ഇതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, സോഡാപ്പൊടിയൊന്നും ചേർക്കണ്ട. പുറമേ നല്ല ക്രിസ്പിയാക്കാൻ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പം ഉരുക്കാനെടുത്തപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഉരുക്കിയെടുക്കുന്നതുകൊണ്ട് ഇത്രയും ആവശ്യമൊന്നുമില്ല. ഇനി എടുത്തിരിക്കുന്നത് പഴമാണ്. ഞാനിവിടെ 5 പഴം എടുത്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഇരുന്ന് ചീത്തയാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ അല്ലെങ്കിൽ രസകദളി എന്ന് പറയും. നിങ്ങൾക്ക് പാളയന്തോടൻ പഴം എടുക്കാൻ എനിക്കൊന്ന് അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒരുമിച്ച് അങ്ങ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പഴം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഴം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്കേ എടുക്കുന്നുള്ളൂ. പഴമൊക്കെ ഇട്ടാൽ ഒരുപാട് ദിവസം അതിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിക്കകത്താണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ശർക്കരപ്പാനി ചെറിയ ചൂടോടെ തന്നെ വേണം ഇതിലൊഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ വലിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കണ്ട. ഒഴിച്ചു കൊടുത്താൽ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ആ ചൂട് കാരണം ഇതെല്ലാം കൂടെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ചെറിയ ചൂടോട് തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ വയ്ക്കുമ്പോൾ അങ്ങ് നിറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കരുത്. കാരണം നമ്മളിത് കോരി ഒഴിക്കുമ്പം ആ എണ്ണയെല്ലാം അങ്ങ് പുറത്തോട്ട് സ്പില്ല് ചെയ്ത് പോകും. അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട. അതുപോലെ തന്നെ തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. കാരണം ഒരുപാട് ചൂടായ പുറമേ അങ്ങ് എല്ലാം മുരിഞ്ഞതുപോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഉള്ളു വേഗത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയില്ലേ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇനിയിപ്പോൾ പഴം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെറിയ ചൂടോടെ ശർക്കര പാനി ഒഴിച്ച് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പഴമൊക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.
da 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 da